എൻ്റെ കർത്താവേ, സമയം പോയല്ലോ. വീട്ടുജോലിയാണെങ്കിൽ ഒന്നും തീർന്നിട്ടില്ല. പണിയൊന്നും കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാറ്റേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചുകൊണ്ടിരുന്നാൽ പണി തീരുമോ? മറന്നുപോയോ? ഇന്നലെ നമ്മൾ യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ? ഒരു അടിപൊളി ഡിന്നറെങ്കിലും കൊടുക്കണ്ടേ? മാറ്റേ, നീ എന്തൊക്കെയാ ഗുരുവിന് വേണ്ടി സ്പെഷ്യലായി ഒരുക്കുന്നത്? വെൽക്കം ഡ്രിങ്കിന് പാഷൻ ഫ്രൂട്ട് ജ്യൂസും നല്ല പഴുത്ത മാമ്പഴം മസ്റ്റായിട്ടും വേണം. ഞാൻ ഓർക്കുന്നതേ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതാകുമ്പോൾ ഫ്രഷുമാണ്, നല്ല ടേസ്റ്റിയുമായിരിക്കും. ലാസറച്ചായനോട് പറഞ്ഞ് അതൊന്ന് നേരത്തെ റെഡിയാക്കി വയ്ക്കാം. പിന്നെ അപ്പവും മട്ടൻ സ്റ്റൂവും, കപ്പയും ബീഫ് റോസ്റ്റും, ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും, അതിൻ്റെ കൂടെ ഡെസേർട്ടായി ഫ്രൂട്ട് സാലഡും. ഇത്രയൊക്കെ പോലെ? എൻ്റെ പൊന്നു മാറ്റേ, നമ്മൾ യേശുവിനല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രയും ഐറ്റംസ്? നിനക്കറിയില്ലേ, നമ്മുടെ ഗുരുവിന് അപ്പവും മീനുമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. കുറച്ച് അത്തിപ്പഴം കൂടി ഉണ്ടെങ്കിൽ ഏറെ സന്തോഷം. ലാസറച്ചായ, ഇതെങ്ങോട്ടാ പോണേ? യേശുവിൻ്റെ പ്രസംഗം നമ്മുടെ പുത്തൻതുമ്പ് പള്ളിയിൽ നടക്കുന്നത് നീ മറന്നുപോയോ? അന്ധർ കാണുന്നു, ഉടന്തൻ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ ഇന്നിവിടെ ഈശോയെ ഡിന്നറിനെ വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? എൻ്റെ പണിയാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറിയേ, നമുക്ക് പോയിട്ട് വരാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരണം. എന്താ മാർത്തേ ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നിച്ചായ, ഇവിടെ ഒരു വക സാധനങ്ങളും ഇല്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിസ്തരിക്കണ്ട. പ്രസംഗം കഴിയുമ്പോൾ ഞാൻ വാങ്ങി വരാം. എങ്കിൽ നമുക്ക് പോകാം ലാസറച്ചായ. മാറ്റേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടി വാ. ഇതേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു ഡിന്നർ എനിക്ക് കൊടുക്കണം. നിങ്ങളൊന്ന് പോയിട്ട് വേഗം വാ. ഈശോ ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താണ് പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചെയ്യാനല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടത്തെ പണി ഞാൻ തന്നെ ചെയ്യണ്ടേ? എനിക്കെന്നും അടുക്കള തന്നെ ശരണം. എന്നാൽ ശരി, ഞങ്ങൾ പോയി വരാം. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തേ എന്ന് ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ ശരി. ആ പിന്നെ നോവിനോട് പറയണം, ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതിയെന്ന് പറയണം. അവിടെ അത്ഭുതം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്തേക്കണേ. ആ സലോമി, നീ എന്താ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പോൾ വടിയില്ലാതെ നിനക്ക് നടക്കാൻ പാടില്ലാതായോ?
അയ്യോടി വാർത്തേ, നടക്കാൻ പറ്റാതിട്ടൊന്നുമല്ല. ഇതേ മോശയുടെ അംശവടിയാണ്. ഞാൻ നമ്മുടെ തോമസ് പ്ലാവുങ്കലല്ലേ, അങ്ങയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയതാ. ഒന്നും രണ്ടും അല്ല, 25 ലക്ഷം. ആണോ? ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാ മാത്തേ, സുഖമായിരിക്കുന്നടി. പിന്നെ നീ എന്തെടുക്കുമായിരുന്നടി? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നടി. എന്നാൽ നീ പോയി പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. നീ ഇവിടെ ഇരിക്ക്, ഇത്തിരി നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഓ, തിരക്കോട് തിരക്കായിരുന്നടി. ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ വടി വാങ്ങിയിട്ട് കുറെ പേരെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ഓഹോ, അപ്പോ അതിനായിരുന്നല്ലേ നീ വന്നത്? പിന്നല്ലാതെ. അതൊക്കെ പോട്ടെ, നീ യേശുവിന്റെ പ്രസംഗം കേട്ടാൻ പോയില്ലേ? അപ്പോ അത് നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണെന്ന് ഈശോയ്ക്ക് ഡിന്നർ കൊടുക്കുന്നത്. ഒരു അടിപൊളി 5 സ്റ്റാർ ഡിന്നറാണ് പ്ലാൻ ചെയ്യുന്നത്. സലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്കാണെങ്കിൽ പലതും പറയാം. പിള്ളേർക്കാണെങ്കിൽ ട്യൂഷനും ഡാൻസും ഒക്കെ ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ സ്കിപ്പ് ചെയ്ത് കണ്ടോളാം. അല്ല, നീ തന്നെ പറ, ക്ലാസ്സാണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ പറയാനെന്തിരിക്കുന്നു, ക്ലാസ് തന്നെ. നമ്മുടെ ഇടവദിനത്തോടുള്ള പരിപാടിയുടെ പ്രാക്ടീസിന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുപോയി എൻ്റെ വടിയൊന്ന് കാണിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സൂംബ ക്ലാസ്സും ഉണ്ട്. പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിൽ സിനിമയ്ക്ക് പോകാൻ റെഡിയായിരിക്കുക. എടി, നീ ആ വടിയും എടുത്തടി. 10-25 ലക്ഷം രൂപയുടെ മുതലാണ്. എന്തായാലും ചമഞ്ഞിറങ്ങിയതല്ലേ, കുറച്ചുപേരെ കൂടി കാണിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. ഈ ചെറിയ സ്ക്രീനിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഐപാഡ് എടുക്കാം. ഓ, പള്ളിയിൽ നിന്ന് മിഷൻ സൺഡേയാണല്ലേ? എഡിസൺ അണ്ണൻ വിലസുന്നുണ്ട്. ആ, ഇന്നാണോ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ബർത്ത്ഡേ? 14-ാം വാർഡിന്റെ മെമ്പറല്ലേ, ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. സിന്ധുവിന്റെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണല്ലേ? 20 വർഷമോ? ദൈവമേ, അവളെ കണ്ടാൽ പറയില്ല കേട്ടോ. എൻ്റെ വക ഹാപ്പി ആനിവേഴ്സറി വിഷസ് അറിയിച്ചേക്കാം. എൻ്റെ ദൈവമേ, സമയം പോയല്ലോ. ഈ കുന്ത്രാണ്ടം നോക്കിയിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. എൻ്റെ പണിയാണെങ്കിൽ ഒന്നും തീർന്നിട്ടില്ല. അല്ല, ആരൊക്കെയായത്? സൂസനെയും റെബേക്കയുമോ? വായിക്ക്. മാത്തേ, നിന്നെ മാത്രം ഈശോയുടെ പ്രസംഗത്തിന് കണ്ടില്ല. മറിയും ലാസറച്ചായൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈശോയെ ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. എന്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ആട്ടെ, എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഓ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഞാൻ സുഖമായിട്ടിരുന്ന് ഉറങ്ങി. അല്ലെങ്കിലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പ്രത്യേകിച്ച് ജീമോൻ ബണ്ണും കഴിക്കാനല്ലേ വരുന്നത്. അയ്യോടി മാത്തേ, നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? നീ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ? ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ലേ? ഞാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. കാരണം എൻ്റെ കാർണവന്മാർക്ക് നല്ല കോലവുമുണ്ട്, ഭംഗിയുമുണ്ട്. ആ സൗന്ദര്യം മുഴുവൻ എനിക്കും കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. ആ, നിങ്ങളിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ട മാർത്ത, നിനക്ക് ഒത്തിരി പണികളുള്ളതല്ലേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അതൊന്നും സാരമില്ല, വല്ലപ്പോഴുമല്ലേ. നിങ്ങളിരിക്കുന്നേ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ. മാത്തേ, നീ പള്ളിയിലെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ?
എന്തൊക്കെ പരിപാടികളാണെന്നോ അവിടെ നടക്കുന്നത്? പെരുന്നാള്, ഇടവക തിരുനാള്, ആദ്യ കുർബാന, യൂത്തിന്റെ പ്രോഗ്രാം, അങ്ങനെ എന്തെല്ലാം ആണെന്നോ? ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ എന്റെ സൂസന്നെ? ആ മറിയപ്പെണ്ണ് ഇവിടെ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ശുഭ അയക്കുന്ന വാട്സപ്പ് കാണുമ്പോഴാ വല്ലതും അറിയുന്നത്. സൂസനെ, നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണികൾ നടക്കട്ടെ. യേശു പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. ഓ, ഒരു വിശുദ്ധ വന്നിരിക്കുന്നു. മാർത്തേ, നിന്റെ പണികളിൽ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? ഓ, എങ്കിൽ വളരെ ഉപകാരം. എങ്കിൽ 2 തേങ്ങ തിരുമ്മി തരുമോ? മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാനാണ്. അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. ഓസ്കറേട്ടൻ വരാൻ സമയമായി. വന്നു കയറുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അങ്ങേക്ക് ദേഷ്യം പിടിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ? ഓ, രക്ഷപ്പെട്ടു. ഇനി ഇവൾക്ക് തേങ്ങ തിരുമ്മി കൊടുക്കാനിട്ടല്ല കേട്ടോ. വീട്ടിൽ തന്നെ ഞാൻ ചേട്ടനെ കൊണ്ടാ തിരുമിക്കുന്നത്. വെറുതെ കയ്യിലെ നെൽപോളിഷെല്ലാം പോകാൻ. നീ വാടി, നമുക്ക് പോകാം. എന്നാലും നമുക്കിച്ചിരി സഹായിക്കാമായിരുന്നു. എല്ലാം തീർന്നോ? എന്റെ മറിയേ, എന്ത് പറയാനാ? ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയമില്ലാത്ത സമയത്ത് ഓരോരുത്തികൾ കയറി വന്നോളൂ. സമയമാണെങ്കിൽ ഓടി ഓടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നീയും കൂടി ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. വേഗമാകട്ടെ. ലാസറച്ചായ, ഞാൻ തന്നെ ലിസ്റ്റിലെ സാധനങ്ങളെല്ലാം കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. മാറ്റേ, എനിക്കറിയാമായിരുന്നു ഈ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സമയം തക്കത്തിന് ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാനാണ് ഇവിടുത്തെ വീട്ടുജോലികൾ മുഴുവൻ ചെയ്യുന്നതെന്ന്. വെറുതെ അതുമിത് പറയാതെ വേഗം അങ്ങോട്ട് ചെയ്യ്. ഇവളെ കൊണ്ട് ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്യേണ്ടി വരും. ആ, യോഹന്നച്ചായ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പീറ്ററച്ചായൻ എന്തേ? ആ പീറ്ററിന്റെ അമ്മായിയമ്മയാണ് പനി പിടിച്ച്. അത് കാരണം അവൻ ഫുൾ ടൈം അവിടെയാണ്. പനി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സകലമായ സമയവും നമ്മുടെ കടപ്പുറത്തെ കടൽക്കാറ്റും വെയിലും കൊണ്ട് നടക്കുകയല്ലേ. ഈയിടെ തള്ളയ്ക്ക് ഭക്തിയും അല്പം കുറവാണ്. മാർത്തേ, നീ ഇവിടെ വലിയ സദ്യയ്ക്ക് ഒരുക്കുന്നു എന്ന് കേട്ടല്ലോ. വീടാകെ ഒരു വൃത്തിയില്ലാതെ കിടക്കുകയാണല്ലോ. ഓ, ഈ യോഹന്നച്ചാന്റെ ഒരു കാര്യം. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുകയാണോ? ഇവിടെയുള്ളവരെല്ലാം പ്രാർത്ഥനക്കാരാ. പണിയെടുക്കാൻ ഞാൻ മാത്രം. എന്നാൽ പെട്ടെന്നാകട്ടെ, യേശു ഇന്ന് എത്താറായി. ഗുരു വന്ദനം. മറിയേ, ഇങ്ങോട്ട് വാ. മറിയേ, ഇങ്ങോട്ട് വാ. ഗുരുവിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? വീട് വീട്, ഞാൻ അല്പം നേരം എന്റെ യേശുവിനെ അറിയിക്കട്ടെ. മകളെ മാർത്തേ, നീ എന്തിനാണ് ആകുലചിത്തയായിരിക്കുന്നത്? ഗുരു, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവളോടൊന്ന് പറഞ്ഞാലും. മാർത്തേ, നീ പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പന് വേണ്ടിയെല്ലാം ഒന്നു മതി. മറിയം നല്ല വശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായി ഓർത്തിടുന്നു.
സമയം തക്കത്തിന് ഉപയോഗിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. See